പ്രവാസികൾക്ക് സന്തോഷ വാർത്ത. കുവൈത്തിൽ നിന്ന് കോഴിക്കോട്ടേക്കും ബംഗളൂരുവിലേക്കുമുള്ള സർവീസ് എയർ ഇന്ത്യ ഇന്നു മുതൽ പുനരാരംഭിക്കും. ആഴ്ചയിൽ 3 വീതം സർവീസുകളാണ് രണ്ടിടത്തേക്കും ഉണ്ടാവുക. പ്രവാസികൾക്ക് സന്തോഷം നൽകുന്ന 2 വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കുവൈത്തിൽ നിന്ന് കോഴിക്കോട്ടേക്കും ബാംഗ്ലൂരിലേക്കുമുള്ള സർവീസ് എയർ ഇന്ത്യ ഇന്നു മുതൽ പുനരാരംഭിച്ചു കഴിഞ്ഞു. ആഴ്ചയിൽ 3 വീതം സർവീസുകളാണ് രണ്ടിടത്തേക്കും ഉണ്ടാവുക. അതേസമയം അബുദാബി പ്രഖ്യാപിച്ച സൗജന്യ UAE എൻട്രി വിസയ്ക്ക് 11 ട്രാവൽ ഏജന്റുമാരെയും നിശ്ചയിച്ചു കഴിഞ്ഞു. അമേരിക്ക ഇറാനെതിരെ ആക്രമണം തുടങ്ങുകയും ഇറാൻ GCC രാജ്യങ്ങളെ ലക്ഷ്യമിടുകയും ചെയ്തതോടെയാണ് കുവൈത്തിൽ നിന്നുള്ള വിമാന സർവീസ് താളം തെറ്റിയത്. യുദ്ധം ഏകദേശം അവസാനിച്ചു എന്ന ധാരണയിലായാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് പുനരാരംഭിച്ചതും. കുവൈത്തിൽ നിന്നുള്ള പ്രവാസികൾക്ക് ഇത് വലിയ ആശ്വാസമാകും. വിമാന സർവീസ് താളം തെറ്റിയതോടെ കുവൈത്തിൽ നിന്നുള്ള പ്രവാസികൾ സൗദി അറേബ്യ വഴി മറ്റുമാണ് യാത്ര ചെയ്തിരുന്നത്. ഇതിന് അധിക സമയവും ചെലവും ഉണ്ടായിരുന്നു. നേരിട്ടുള്ള സർവീസ് ആരംഭിച്ചാൽ പ്രവാസികൾക്ക് വലിയ നഷ്ടം ഒഴിവാക്കാം. കുവൈത്ത് വിമാനത്താവളത്തിലെ ടെർമിനലിൽ 4-ൽ നിന്നാണ് സർവീസ് നടത്തുക. ഇന്നു മുതൽ കുവൈത്ത്, കോഴിക്കോട്, കുവൈത്ത്, ബാംഗ്ലൂരു വിമാനങ്ങൾ എയർ ഇന്ത്യ സർവീസ് തുടങ്ങും. കോഴിക്കോട് കുവൈത്ത് റൂട്ടിൽ ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിലായിരിക്കും സർവീസ്. ബാംഗ്ലൂരു റൂട്ടിൽ തിങ്കൾ, ചൊവ്വ, ശനി ദിവസങ്ങളിലും. കോഴിക്കോട് നിന്ന് രാവിലെ 7:15 പുറപ്പെടുന്ന വിമാനം 10 മണിക്ക് കുവൈത്തിലെത്തും. പകൽ 11 മണിക്ക് കുവൈത്തിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം വൈകിട്ട് 6:45 കോഴിക്കോട്ടേക്കെത്തും. ബാംഗ്ലൂരിൽ നിന്നുള്ള എയർ ഇന്ത്യ വിമാനം രാവിലെ 7:40 പുറപ്പെട്ട് 10:20 കുവൈത്തിലെത്തും. കുവൈത്തിൽ നിന്ന് പകൽ 11:20 പുറപ്പെട്ട് വൈകിട്ട് 7:10 ബാംഗ്ലൂരിലെത്തുന്ന വിധത്തിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതേസമയം UAE എൻട്രി വിസ സൗജന്യമാക്കിയ അബുദാബി എമിറേറ്റ്സ് ബുക്കിംഗിന് വേണ്ടി 11 ട്രാവൽ പാർട്ട്ണർമാരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മേക്ക് മൈ ട്രിപ്പ്, തോമസ് കുക്ക്, അക്ബർ ഹോളിഡേയ്സ് തുടങ്ങി ട്രാവൽ കമ്പനികളെല്ലാം ഇതിൽ പെടും. വിസ ആവശ്യമുള്ളവർ ഇവർ മുഖേനയാണ് സമീപിക്കേണ്ടത്. വിസ ചെലവ് അബുദാബി ടൂറിസം വകുപ്പ് വഹിക്കും. 3 ദിവസത്തെ രാത്രി താമസം ഉൾപ്പെടെ മടക്ക ടിക്കറ്റ് വേണമെന്നീ നിബന്ധനകളുമുണ്ട്. കുടുംബത്തിലെ എത്ര പേർക്ക് വേണമെങ്കിലും വിസ ബുക്ക് ചെയ്യാം. 1 മാസം കാലയളവുണ്ടാകുന്നതാകും വിസ. ഒക്ടോബർ 31 വരെയാണ് പദ്ധതിയുടെ കാലാവധി. 20,000 വിസകളാണ് ഇതിനുവേണ്ടി തയ്യാറാക്കിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.